അങ്ങനെ മാറ്റി ഒരുങ്ങി റെഡിയായി ഞാനും എല്ലാം കൂടെ അതെ അംഗനവാടി പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അപ്പുവാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്ന് കുത്തിവെപ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികളും പാരൻസും പിന്നെ വെറ്റിലപ്പാറ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറും നഴ്സും അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കുട്ടികളുടെ കരച്ചിലും ബഹളും ഒക്കെ കൂടെ ആയിട്ട് അല്ലും തന്നെ ഭയങ്കര ചിച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മക്കളൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കണതൊക്കെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ ചേച്ചിയും കൂടി കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനും കുറച്ചല്ല കേട്ടോ, കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവർക്ക് പാലൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തു. അങ്ങനെ അംഗനവാടി ക്ലോസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ ചീനീൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കടയിൽ കയറിയിട്ട് ചായക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പു കേക്കും മിച്ചറും അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. തിരിച്ചു പോന്നപ്പോൾ അപ്പു തന്നെയാണ് കേട്ടോ ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി എനിക്ക് കുറച്ചധികം പണികളുണ്ട്, കാരണം പിറ്റേന്ന് രാവിലെ അതേപോലെ തന്നെ പോകാനുള്ളതല്ലേ. അപ്പോൾ ഒരുവിധം പണികളൊക്കെ വൈകുന്നേരം തന്നെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ രാവിലെ എനിക്ക് സ്വസ്ഥമായിട്ട്, അതായത് കുറച്ച് സമയം നമുക്ക് ഒഴിവുണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എത്തിയ ഉടനെ തന്നെ മക്കൾ ആരും സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം മുറ്റടിച്ച് വരലും തുണി എടുത്ത് വെക്കലും അങ്ങനെ ഓരോ പണിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തിരുമ്പിട്ട തുണികളൊക്കെ എടുത്ത് തിരിച്ച് കൊണ്ടുവച്ചതിന് ശേഷം വൈകുന്നേരം അതേ വീണ്ടും ഞാൻ വന്ന ഉടനെ തന്നെ മെഷീനൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതൊക്കെ അയലിട്ട് പിന്നെ മക്കളെ കൂടെ ഇരുന്നിട്ട് ചായയും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് കയറാത്തതുകൊണ്ട് തന്നെ അല്ലും കയറിയിട്ടില്ല കേട്ടോ. തീയാണിന്ന് വിളക്കൊക്കെ വെച്ചത്. പിന്നെ കുറച്ച് സമയം ചെടി നനയ്ക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുവന്ന മസാല കടല ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം അദ്ദേഹം നമ്മുടെ ഉമ്മറ ഭാഗം ഒന്ന് ഇങ്ങനെ കഴുകിയിട്ടതിന് ശേഷം പിന്നെ മേലെഴുകാനാണ് കേട്ടോ നേരെ പോയത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.